ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ചെമ്പ ഇടിയപ്പം അല്ലെങ്കിൽ ചുവന്ന ഇടിയപ്പവും അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാനിവിടെ സോയാ ചങ്ക്സ് കറിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വെജിറ്റബിൾസും ചങ്ക്സും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു അര കപ്പോളം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഈ സോയാ ചങ്ക്സ് നമുക്ക് കുതിർത്തെടുക്കുന്നതിനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന അര കപ്പോളം സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഈ ചൂടുവെള്ളത്തിൽ സോയാ ചങ്ക്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇനി നമുക്കിതിലേക്ക് ഡൈസ് ചെയ്തിട്ടുള്ള സവാള ചേർക്കാം. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സോയാ ചങ്ക്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സോയാ ചങ്ക്സിൽ നിന്നും ഇതുപോലെ വെള്ളം ഒന്ന് സ്ക്വീസ് ചെയ്ത് മാറ്റാം. ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് സ്ക്വീസ് ചെയ്തിട്ട് മാറ്റാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തും ചേർക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ വെജിറ്റബിൾ ആയിട്ട് ചേർക്കാം. ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പൊട്ടറ്റോ ചേർക്കാം. ഏറ്റവും കുക്ക് ചെയ്യാനായിട്ട് ടൈം കൂടുതൽ എടുക്കുന്നതാണ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾ ചേർക്കാം. പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ കുക്കാവുന്നതിന് പാകത്തിലുള്ള ഉപ്പ് ചേർക്കാം. ഇതിനോടൊപ്പം 1/2 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ ബീൻസും അതുപോലെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇത്രയും ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. എരിവിനായിട്ട് 1-2 പച്ചമുളകും കൂടി ചേർക്കാം. പൊട്ടറ്റോ ഒന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പത്തിന് വേണ്ട ഡോ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂണോളം ഓയിൽ കൂടി ചേർക്കാം. ഇടിയപ്പം നല്ല സോഫ്റ്റ് ആവുന്നതിനായിട്ടാണ് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയോ ഏത് റിഫൈൻഡ് ഓയിലായിരുന്നാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചുവന്ന ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 കപ്പ് ചുവന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇടിയപ്പം തയ്യാറാക്കുന്നതിനായിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ചുവന്ന വറുത്ത അരിപ്പൊടി ചേർക്കുന്നതിനൊപ്പം മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇടിയപ്പത്തിന് വേണ്ട ഡോ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല ചൂടാണ്.
അധികം ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. പൊട്ടറ്റോ ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും സോയാ ചങ്ക്സും ചേർക്കാം. 1-2 പച്ചമുളക്, ബാക്കിയുള്ള വെജിറ്റബിൾസും സോയാ ചങ്ക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കാൻ പരുവത്തിനായിട്ടുള്ളൊരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ഡോ പകർത്താം. അപ്പോൾ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ നനച്ചിട്ട് നമുക്കിത് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല ചൂട് കാണും. അപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കൈ നനച്ചിട്ട് ഇതിലേക്കങ്ങ് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. ഇത് നമ്മൾ സാധാരണ അരിപ്പൊടി പോലെ ഇതിനൊരു പശമ ഉണ്ടാവില്ല. സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സേവനാഴിയിലേക്ക് ഏറ്റവും ചെറിയ ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും ഹോൾസ് കുറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡോ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഡോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റീമറിൽ ഇപ്പോൾ ചെറുതായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. 2 ഇടിയപ്പത്തിൻ്റെ നടുക്ക് വരുന്ന രീതിയിലായിരിക്കണം അടുത്ത ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള ഇടിയപ്പത്തിൻ്റെ ഡോ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇടിയപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും 1-2 പൊട്ടറ്റോസ് നന്നായിട്ട് ഉടച്ച് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫൈനലി കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കറി സെർവ് ചെയ്യാം. അങ്ങനെ ചുവന്ന ഇടിയപ്പവും മിക്സ്ഡ് വെജിറ്റബിൾ ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. Thank you for watching.